നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതേപോലത്തെ വീഡിയോ ഇതിന് മുമ്പും ഇട്ടിരുന്നു. റബ്ബറിൻ്റെ കൊമ്പ് ലൈനിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ഇടാനുള്ള കാരണം, അത് വീണ്ടും അപകടാവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ആ കൊമ്പ് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 2 വർഷം മുമ്പ് ഒരു കൊമ്പ് പൊട്ടി വീണ് റോഡിന് തടസ്സമായ ലൈൻ പൊട്ടി സ്പാർക്ക് ചെയ്തു, വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഉള്ളതാണ് നിങ്ങൾ ഈ കാണുന്ന കൊമ്പ്. ആ കൊമ്പ് ഇപ്പോൾ അവിടെ തന്നെ ആ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത്. ലൈനിൻ്റെ മുകളിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ റോഡിൻ്റെ ഭാഗത്തേക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണുള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കൊമ്പൊക്കെ ആ കൊമ്പ് കണ്ടോ നിങ്ങൾ? അത് നല്ലൊരു കാറ്റും മഴയും പെയ്താൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇത്രയും ദിവസം പെയ്ത മഴയിൽ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ എത്ര നാളങ്ങനെ നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അപകടാവസ്ഥയിലാണ് അതുള്ളത്. ഇപ്പം കുറേ ഒന്ന് കൊമ്പ് ഇതല്ലാത്ത പോലെ തോന്നും. കാരണം ഈ പഴയ ഉണങ്ങിയ ചപ്പൊക്കെ ഉണങ്ങി വീണ് മൊത്തം എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചപ്പൊക്കെ ആയിരുന്നു, നിറച്ചും ചപ്പായിരുന്നു. രാവിലെ അടിച്ചു വാരിയാൽ 1 മണിക്കൂർ വേണ്ട, 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത കാറ്റ് വരുമ്പോൾ വീണ്ടും ചപ്പായിരിക്കും മുറ്റത്ത്. എൻ്റെ വീട്ടിൽ മാത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകളും ഇതുതന്നെയാണ് അവസ്ഥ. കാരണം ഞാൻ ഇന്ന് കുറേ റോഡ് നടന്ന് കയറി ആ ലൈനിങ് കാണാൻ പറ്റും. എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് കൊമ്പുള്ളത്. ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ റോഡിൻ്റെ സൈഡിലേക്കായിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ കൊമ്പൊക്കെ വെട്ടി മാറ്റി ലൈനിൽ ടച്ച് ചെയ്യുന്നത് മാത്രമല്ല, അതിന് ടച്ച് ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ടുള്ള കൊമ്പൊക്കെ വെട്ടി മാറ്റിയാൽ നമ്മൾ KSEBിക്ക് ഉണ്ടാകുന്ന ലക്ഷങ്ങളുടെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് മഴക്കാലത്ത് പൊട്ടി വീണാൽ അത് KSEBിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് പണം ചിലവാക്കണം, പോസ്റ്റ് ശരിയാക്കാനും ലൈൻ ശരിയാക്കാനും ഒക്കെ പണം ചിലവാക്കണം. അത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ കുറേ കാര്യങ്ങൾ KSEBിക്കാർക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഇതും അവരെ ഇതിൽ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവർ ഇതൊക്കെ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെയും പോയി ചെയ്തു. ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടാകും. പുറമേ നമ്മൾ കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ വെട്ടിമാറ്റിയാൽ അത്രയും നഷ്ടം നമുക്ക് കുറക്കാൻ പറ്റും. ഈ കാണുന്നത് ഈ വർഷം ലൈനിലേക്ക് പൊട്ടി വീണ ഒരു മരത്തിൻ്റെ മുറിച്ച ഭാഗമാണ്. നാട്ടുകാരൊക്കെ ചേർന്ന് മുറിച്ചു മാറ്റിയതാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ആ പൊട്ടി വീണ ലൈനാണിത്. ആ ലൈനിൻ്റെ മുകളിലേക്കാണ് വീണത്. ആ ലൈൻ ഇപ്പം നല്ല രീതിയിൽ താന്നിട്ടാണുള്ളത്. ഒരു വലിയ വണ്ടി പോയാൽ തട്ടുന്ന രീതിയിലാണുള്ളത്. ഈ റോഡിലെ ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളൊക്കെ റോഡിൻ്റെ NHൻ്റെ വർക്ക് നടക്കുന്നതായി ബന്ധപ്പെട്ട് ഇതിലെ വലിയ ലോറികളും JCBികളൊക്കെ കടന്നു പോകുന്നത്. ഈ ലൈൻ ഇപ്പം നല്ല രീതിയിൽ താന്നിട്ടാണുള്ളത്. അപ്പുറത്തെ ലൈൻ ഇത് വെച്ച് നോക്കും താന്നിട്ടാണുള്ളത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് പൊട്ടി വീണിട്ടുള്ളത്. കൊമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം അപകടം പിടിച്ച രീതിയിലാണുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി എടുത്തിട്ട് ഇതിൽ എന്തെങ്കിലും പോകാൻ വഴി കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ വീണ്ടും വരാം. അപ്പം ഈ ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ലൈൻ എത്ര താന്നിട്ടാണുള്ളതെന്ന്. ആ റോഡും ലൈനും തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ലൈൻ വലിച്ചു കെട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം. ഈ കൊമ്പൊക്കെ മുറിച്ച് മാറ്റി എത്രയും പെട്ടെന്ന് ക്ലിയർ ആയാലും ഏർപ്പാട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ ഒരു മെയിൻ ലൈനാണ് പോകുന്നത്. ഈ ലൈനിൻ്റെ മുകളിൽ വീണാൽ നമ്മൾ എൻ്റെ ഏരിയയിലുള്ള 5-10 വീട്ടിൽ മാത്രമല്ല, കുറേ ഭാഗത്ത് കറണ്ട് പോകും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാക്കി ക്ലിയർ ചെയ്ത് അടുത്ത വർഷമെങ്കിലും മഴ വരുന്നതിന് മുമ്പെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രമല്ല കേരളത്തിലൊട്ടാകെ എല്ലാ ഭാഗത്തും ഇതൊക്കെ ചെയ്ത് തീർത്താൽ നമുക്ക് കുറേ പണച്ചെലവ് കുറക്കാൻ പറ്റും. നന്ദി. വീണ്ടും കാണാം.